നിന്റെ പലപ്പോഴും പറഞ്ഞല്ലോ വട്ടം റോഡിൽ വണ്ടി വെച്ചിട്ട് ഈ കടയിൽ വന്നിരിക്കരുത്. ഇത്ര തരം പോലെ പോവാൻ ആണ് നിർത്തുന്നത് ഞാൻ കേട്ടാ. ഓ പിന്നെ നിങ്ങളുടെ വീടിന്റെ അടുക്കളയല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാത്തിന്റെ ഈ ജോലിയും വരെയൊന്നും ചെയ്യത്തില്ല, വീട്ടിൽ പോയിരിക്കുന്നത്. ഇയാൾക്കൊരു പണി കൊടുക്കണോടാ. ഒന്നല്ലടാ 3 കൊടുക്കണം. ഇയാൾക്ക് കൊടുക്കാൻ പറ്റിയൊരു പണി വരുന്നുണ്ട്. അതാരാ? ഇയാളുടെ മറ്റേ വീഡിയോയിലൊക്കെ അഭിനയിക്കുന്ന ചെറുക്കൻ. പൊട്ടനാ? ഇങ്ങോട്ട് വന്നേ. വീട്ടിൽ പാല് മേടിച്ചു കൊടുത്തിട്ട് അവിടെ നിന്നടാ ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടാ. ഫോട്ടോ എടുക്കാനാ? നിങ്ങൾ മറ്റേ വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലേ? ഫോട്ടോ എടുക്കാനാ? അവിടെ നിക്ക് ഇങ്ങനെ രണ്ടെന്ന് കാണിച്ചോട്ടെ. ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ടല്ലോ. ആർക്ക്? എനിക്കോ? എനിക്കൊന്നും തരുന്നൊന്നുമില്ല. മനോഹരൻ ചേട്ടൻ ഇന്നലെ ഒരു സ്വിഫ്റ്റിനകത്ത് പോകുന്നുണ്ട്. പിന്നെ തെക്കാത്തലക്കിലെ ബാബുവണ്ണന്റെ വീടൊക്കെ വാങ്ങിക്കാൻ പോകുന്നു പറയുന്നു. എനിക്കൊന്നും കിട്ടുന്നൊന്നുമില്ല. നിനക്കൊന്നും തരുന്നില്ലേ? ഒന്നും തരത്തില്ല. പണിയാണ് ഈ കാണിക്കുന്നത്. നിങ്ങളൊക്കെ ആര് പറഞ്ഞു? എടാ, ഓരോ ലൈക്കിനും ഓരോ ഷെയറിനും ഓരോ കമന്റിനും ഇത് കാശ് കിട്ടുന്ന. നീ ഉള്ളതിന്റെ പേരല്ല ഞാൻ ലൈക്ക് ഇടുന്നത്. നിനക്ക് ഇതൊരു 1 രൂപ പോലും തന്നിട്ടില്ലേ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. എന്നാ നിന്നെ പറ്റിക്കുക. നീ ഉദ്ഘാടനത്തിനായിരിക്കും പറഞ്ഞു. അത് കൂടാതെ ഉദ്ഘാടനം, സെക്രട്ടേറിയറ്റ്, ബസ് സ്റ്റാൻഡ് പറഞ്ഞു കൊടുവാക്കി. എനിക്കറിയത്തില്ല, ഈ ദുനിയാവ് മൊത്തം അയാൾക്ക് ഉദ്ഘാടനം. എനിക്കൊന്നും തന്നില്ല. ഇതൊന്നും പോരാഞ്ഞ് സൗദിയിലോ ദുബായിലോ എങ്ങോട്ടൊക്കെ പുള്ളിക്ക് ഉദ്ഘാടനം കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. ഇതൊന്നും നീ അറിഞ്ഞില്ലേ? ഇല്ല. കഷ്ടമാണ് അവന്റെ കാര്യം കേട്ടോ. നീ അങ്ങോട്ട് പോയി ചോദിക്കടാ. ഇപ്പൊ നീ അങ്ങോട്ടില്ല, അവിടെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ അവിടെ ഇപ്പൊ ഉണ്ട്. കാണിച്ചു കൊടുക്കാൻ പന്ന. എന്നാ ഇവിടെ ഇറങ്ങിക്ക്. എന്താടാ? ഇറങ്ങി വാ, പറയാം. എടാ, ഈ ഓടൊന്ന് മാറിക്കോട്ടാ. ഓടൊന്ന് മാറട്ടെ. ഓട് പാർക്കാനിരിക്കുമല്ലോ എന്തായാലും. വാ, ഇറങ്ങ്. എന്താ കാര്യം? എന്താ? വാ. ഇയാൾ ഉടായിപ്പല്ലേ? എന്താടാ? അന്നെന്റെ വീട്ടിൽ പെരവാസ്തോലിക്ക് ഒരു പട്ടിയില്ലായിരുന്നു, ഒരു കസേര പോലും പറക്കി തരാൻ. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ എന്റെ ഒക്കെ ഉടായ്പ കാണിക്കലുമായിരുന്നു. എടാ, ബഹളം വെക്കാത്ത കാര്യം എന്താന്ന് പറയടാ. ഈ റീൽസിനകത്ത് നിന്ന് കിട്ടുന്ന വരുമാനം എന്റെ വീർപ്പാന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞാൻ അറിയുന്നുണ്ട് നിങ്ങൾ വേറെ ഇത് കൂടാതെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. കളക്ടറേറ്റും സെക്രട്ടേറിയറ്റും കായംകുളത്ത് സ്റ്റാൻഡിലെ കല്ലിടലും ഇതൊക്കെ ഞാൻ അറിഞ്ഞ് ഒറ്റയ്ക്ക് കൊണ്ട് തിന്ന്. ഇക്കണ്ട ലൈക്കിനും ഷെയറിനും ഒക്കെ വാരിക്കൂട്ടിയ വരുമാനം ഉണ്ടല്ലോ, അത് എന്റെയും കൂടെ ആയിരുന്നു ഒന്ന് ഓർക്കണമായിരുന്നു. എന്നാലും അണ്ണനെ ഞാൻ അങ്ങനല്ല കണ്ടത്. ഇവിടെ എന്തുവാടാ ഈ പറയുന്നത്? ഈ ഒടുവിൽ ഇറങ്ങിയ വീഡിയോ ആകെ 7 പേരാ കണ്ടത്. ഒന്ന് നീ, ഒന്ന് ഞാൻ, പിന്നെ രാത്രി ഒന്നും കൂടെ ഞാനും കണ്ട്. പിന്നെ ബാക്കി എത്ര? 4 പേരാണേ. ഇവിടെ മണ്ണിറക്കാമെന്ന ബംഗാളികളെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് എൻ്റെ തച്ചും പുറത്ത് ഞാൻ കാണിപ്പിച്ചതാ. അങ്ങനെ ആ മൊത്തം 7 പേര്. പിന്നെ എങ്ങനെയാടാ ഈ വരുമാനം കിട്ടുന്നത്? സാഹുമാനെ വല്ല അലവലാദികളും വല്ലതും പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ വെക്കിട്ട് കയറാൻ വരരുത് കേട്ടാ. നമ്മളെ അത് തന്നെ. ഒന്ന് പോകാൻ നോക്ക് സാബു. മഴയ്ക്ക് മുമ്പ് ഞാൻ ഈ ഓടൊന്ന് പറക്കിയിട്ടെ. അല്ലെങ്കിൽ ഈ വകതിയില്ലാത്തവനൊക്കെ വിളിച്ച് ഇതിനകത്തൊക്കെ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ എന്നെ അടിക്കണം ആദ്യം. വകതിരിവില്ലാത്ത ഇത് തന്നേക്കാടാ. അളിയ ഇനി ഇവിടെ നിന്നാ മിക്കവാറും കൊലപാതക കുറ്റത്തിന് സാക്ഷി പറയേണ്ടി വരും കേട്ടാ. നമുക്ക് നൈസായിട്ട് ഇട്ടേക്കാം. അതായിരിക്കും നല്ലത്. ഇനി താൻ ഉദ്ഘാടനം ചെയ്ത് എനിക്കൊന്ന് കാണുമല്ലോ.